ശ്രദ്ധിക്കാൻ കഴിയുമെന്ന് എന്ന ഒറ്റവാക്കിൽ മാത്രമേ സൂചിപ്പിക്കുന്നു. ബാക്കി രാഷ്ട്രീയമാക്കുന്ന കാര്യങ്ങൾ ഒട്ടേറെ പേര് ഇവിടെ നീയുണ്ട് എന്നുകൊണ്ട് നമുക്ക് തെളിവിൽ വിശദീകരിക്കാം. പിന്നെ ഞാൻ എന്തുകൊണ്ട് CPM തെരഞ്ഞെടുത്തു എന്നതിനുണ്ട് ഇടതുപക്ഷത്തെ തെരഞ്ഞെടുക്കുക. അതിൽ രാഷ്ട്രീയ കാരണങ്ങൾ അല്പം മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ പ്രിയങ്കരനായ തോമസ് ഇന്ത്യയുടെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം എല്ലാ ഫെഡറൽ സംവിധാനങ്ങളെയും മറ്റുകടിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തെ ശ്വാസം മുട്ടിച്ചുകൊല്ലാൻ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ജനതയെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് ഒരു ബദൽ സാമ്പത്തിക രേഖ നാടിന് മാതൃകയായി സമർപ്പിച്ച കടന്നുപോയ തോമസ് ആ സാമ്പത്തിക ബദൽ മാത്രമല്ല സമസ്ത മേഖലയിലും LDF-മായി മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഇടപെടുന്നുണ്ടായി. അന്ന് മനസ്സിലായിട്ടില്ല എനിക്ക്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച് ആരും കണ്ടുമുട്ടുന്നവരുണ്ടാവില്ല. പിന്നീട് മുഴുവൻ കോൺഗ്രസുമായിട്ടാണ് പ്രവർത്തിച്ചത്. കോൺഗ്രസുമായി ഒരു ആത്മബന്ധം കോൺഗ്രസുകാരുമായി ഉണ്ട്. ഇത്രയും കാലത്ത് പ്രവർത്തന രംഗത്ത് ഒന്നിച്ചു പോയ ബന്ധം സ്വാഭാവികമായും ഞാനിത് വീക്ഷിക്കുമ്പോൾ കോൺഗ്രസിലേക്ക് കടന്നു പോകണമെന്ന് മനസ്സിൽ എപ്പോഴും പറയുകയും ബന്ധങ്ങൾ രാവിലെ എഴുന്നേറ്റ് വൈകിട്ടൂടെ കാണുന്ന ബന്ധങ്ങൾ അവരായി മാറുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അത് തെരഞ്ഞെടുത്തില്ല എന്ന് ചോദ്യമുണ്ടാവും. കോൺഗ്രസിൽ ഞാൻ പോയാൽ എവിടെ നിൽക്കും? നിങ്ങൾക്കൊക്കെ ഈ നാട്ടിലും എല്ലാ നാട്ടിലും അറിയാവുന്നതിനേക്കാൾ ഏറെ തൊട്ടാകരുത്. അയ്യുണ്ട്, ഏഴുണ്ട്, അയ്യിൽ തന്നെ ഒന്നുണ്ട്, 4 4 4 എവിടെ നിൽക്കും എന്ന് ചോദ്യമുണ്ട്. എന്നെ നിങ്ങളെ ഇന്ന് രൂപപ്പെടുത്തുന്നിടത്ത് നമുക്കൊക്കെ മൂല്യങ്ങൾ താഴ്ന്നു വരുന്നത് പലപ്പോഴും നമ്മുടെ അച്ഛനമ്മമാർ, ഗുരുനാഥന്മാർ, നമ്മൾ വായിച്ച പുസ്തകങ്ങൾ, നമ്മുടെ സഹവാസങ്ങൾ, ഇതൊക്കെയാണ്. അതിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥാപാത്രമുണ്ട്. അറിവ് പുസ്തകം വായിച്ചാൽ കിട്ടുന്നത് പോലെ അതിനേക്കാളേറെ ഇന്നിപ്പോൾ നമുക്ക് നെറ്റിൽ കിട്ടും. പക്ഷേ തിരിച്ചറിവ് ലഭിക്കണമെങ്കിൽ ഒരുപക്ഷെ പുസ്തകമോ അല്ലെങ്കിൽ ഗുരുനാഥനോ കുറച്ച് കുട്ടികൾക്കും അറിയാം രണ്ടാണ്. പക്ഷെ മജീദ് പറഞ്ഞത് ഉമ്മിണി വലിയ ഒന്നാണ് എന്നാണ്. 2 പുഴയുടെ കൈവഴികൾ ഒഴുകി വന്ന് ഒന്നായി ചേർന്നാൽ ഒരു വലിയ പുഴയാകും. ഒന്നും ചേരുമ്പോൾ വലിയൊരൊന്നാകും. ശരിയല്ലേ? ഇവിടെ 4 1 ചേർന്നാൽ 4 4 വഴിക്കാണ് എന്ന് പറയുന്നിടത്തേക്ക് പോകുന്നതിനേക്കാൾ ഈ 4 1 ചേർന്നാൽ നമ്മൾ ഒന്നാണ്, സഖാക്കളാണ്, നമ്മളൊരു കുടുംബമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിലേക്ക് കടന്നു വരണമെന്ന് സ്വയം തീരുമാനിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സഖാവ് രാജീവിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നമസ്കാരം.